ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കണ്ണീരണിഞ്ഞ എപ്പിസോഡ്. സ്റ്റാർ സിംഗർ ജനുവരി 17 ശനിയാഴ്ച സംപ്രേഷണം ചെയ്ത 53-ാം എപ്പിസോഡിൽ ഉൾപ്പെട്ടത് ഈ കാര്യങ്ങൾ. ഇതെല്ലാം ഷോയെ ഇനി എങ്ങനെ ബാധിക്കും? 53-ാം എപ്പിസോഡിൽ മുൻ എപ്പിസോഡിൽ നടന്നു വന്ന 1 vs 1 ചലഞ്ച് റൗണ്ട് തന്നെയായിരുന്നു. ഈ എപ്പിസോഡിൽ ആകെ 3 പെർഫോമൻസുകളിലായി 6 പേരാണ് പെർഫോം ചെയ്തത്. ഈ എപ്പിസോഡിൽ ഗസ്റ്റായി എത്തിയ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ കൂടുതൽ പെർഫോമൻസുകൾ ഉൾപ്പെടുത്തിയിരുന്നു. തീർത്ഥ സത്യൻ, പവിത്ര എന്നിവരുടേതായിരുന്നു ഒരു പെർഫോമൻസ്. ശ്രദ്ധേയമായ പെർഫോമൻസിൽ ഇവർ രണ്ടുപേരും 99 മാർക്ക് വീതം നേടി. മറ്റൊരു പെർഫോമൻസ് വിധുരാജും ഷിൻസി ഷിജുവുമായിരുന്നു. ഈ പെർഫോമൻസിൽ ഷിൻസി കോൺവെന്റിന് വേണ്ടി 98 മാർക്കും വിധുരാജ് ഗുരുകുലത്തിന് വേണ്ടി 99 മാർക്കും നേടി. മറ്റൊരു പെർഫോമൻസ് ഗുരുകുലത്തിന്റെ സൂര്യനാരായണനും കോൺവെന്റിലെ കൃഷ്ണശ്രീയും ചേർന്നായിരുന്നു. ഈ പെർഫോമൻസിൽ ഇരുവരും 100 മാർക്ക് വീതം നേടി ഗോൾഡൻ സ്റ്റാർ നേടി. പെർഫോമൻസുകൾ അവസാനിച്ചതോടെ കോൺവെന്റ് സ്കൂൾ ആകെ 297 മാർക്കും ഗുരുകുലം 298 മാർക്കും നേടി. ഈ എപ്പിസോഡിൽ ഗുരുകുലം വിന്നറായി. ഈ എപ്പിസോഡിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം എലിമിനേഷൻ ആയിരുന്നു. റീലോഞ്ചിന് ശേഷം 5 റൗണ്ടുകൾ പൂർത്തിയാകുന്നതോടെ വീണ്ടും സ്റ്റാർ സിംഗർ സീസൺ 10 മറ്റൊരു എവിക്ഷൻ എപ്പിസോഡിന് സാക്ഷ്യം വഹിക്കുന്നു. റീലോഞ്ച് എപ്പിസോഡിലെയും തുടർന്നുള്ള 5 റൗണ്ടുകളിലെയും പെർഫോമൻസുകൾ അടിസ്ഥാനമാക്കിയാണ് എവിക്ഷൻ പ്ലാൻ ചെയ്തത്. കോൺവെന്റ് സ്കൂളിൽ നിന്ന് ഷിൻസി ഷിജുവും ഗുരുകുലത്തിൽ നിന്ന് ദീപുവുമാണ് ഈ എപ്പിസോഡിൽ എലിമിനേഷനിൽ ഉണ്ടായിരുന്നത്. ദീപു ആദ്യ എപ്പിസോഡുകൾ മുതലുള്ള മത്സരാർത്ഥിയാണെങ്കിൽ ഷിൻസി റീലോഞ്ച് ടൈമിൽ ഷോയിലെത്തിയ വൈൽഡ് കാർഡ് എൻട്രികളിൽപ്പെട്ട ഒരാളാണ്. ഈ എവിക്ഷൻ പല മത്സരാർത്ഥികളെയും കണ്ണീരണിയിച്ചിരുന്നു. ഇതോടെ ഷോയിൽ ഈ സീസണിൽ ആകെ 10 പേർ എലിമിനേറ്റഡായി. ഇനി 12 പേരാകും മത്സരാർത്ഥികളായി ഷോയിൽ മുന്നോട്ടുണ്ടാവുക. നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ ആരെല്ലാം എന്ന് കമൻറ്റ് ചെയ്യൂ.